ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്പുമായിട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കണ്ടാൽ മനസ്സിലായിക്കണം. നമ്മളിത് ദോശക്കല്ലിലൊക്കെ എണ്ണ തേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാനിപ്പം കടയിൽ പോയപ്പം വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇത് വാങ്ങിയിട്ട് ഇതിങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിനൊരു 20 രൂപയാണ് ഇതിന്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തേക്കുന്ന ഈ തുണിയൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല. ഈ തുണിയൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ കോട്ടൺ തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിതിൽ ആദ്യം ഒന്ന് അഴിച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇതേ ഞാനതിനെ അഴിച്ച് അതിന് 2-3 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു തുണിയാണ് അതിനകത്ത് കിട്ടുന്നത്. ഈ തുണി എത്രത്തോളം വൃത്തിയുള്ള തുണിയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത് കണക്ക് തന്നെ ഒരു പീസ് തുണി അതിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനൊരു വള്ളിയുണ്ട്. അപ്പം ഇത് നമ്മളിങ്ങനെ അഴിച്ച് മാറ്റിയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. കാരണം എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ള തുണിയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണല്ലോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ ഒരു പിടിയാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പം ഇത് നല്ലപോലെ കഴുകി ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലൊരു കോട്ടൺ തുണി വെച്ച് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യില്ല, ഇങ്ങനെ അമ്മമാർ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എണ്ണ തേച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു പിടി നമുക്കുണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൺ തുണിയാണ്. ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി ഉണക്കി നമ്മളെ വീട്ടിലുള്ള വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പീസ് നമ്മൾ അടിയിൽ കട്ടിക്ക് വെച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് സ്ക്വയറാക്കി അതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കൂടി ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കെട്ടിയെടുത്ത് കാണിച്ചു തരാം. കെട്ടിയെടുക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ഇതിന് ഏത് ഷേപ്പൊക്കെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിങ്ങനെ മടക്കി ഇങ്ങനെ ചുറ്റി വൃത്തിക്ക് കട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുറ്റി ഒരു റൗണ്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇതിനെ ഇതുപോലെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റിയെടുക്കാം. എന്നിട്ടൊരു വള്ളി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കെട്ടി അങ്ങ് എടുക്കാം. ഒന്നുകിൽ ഇതിലുള്ള വള്ളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു തുണിയുടെ ഒരു പീസായാലും മതി. എന്തായാലും നല്ല പോലെ ടൈറ്റാക്കി കെട്ടുക. കണ്ടോ, ഇത് ഇളകി പോവാത്ത രീതിയിൽ നല്ല പോലെ വൃത്തിക്ക് കെട്ടിയെടുക്കണം. അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് കെട്ടിയെടുക്കട്ടെ. നല്ല പോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നമ്മൾ തുണി വെച്ചിട്ടുള്ളത് കൊണ്ട് കണ്ടോ അടിഭാഗം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എണ്ണയൊക്കെ അത്യാവശ്യത്തിന് പിടിച്ചിരിക്കും. ഒരുപാട് കട്ടി വേണ്ട, എന്നാലും നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. മുകൾ ഭാഗത്ത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിടിക്കാനായിട്ട് ഒരു പിടിയുണ്ട്. പിന്നെ നമ്മൾ വൃത്തിയുള്ള തുണി കൊണ്ടുമാണ് കെട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് എണ്ണ ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് നല്ലപോലെ നനച്ചെടുക്കണം. ഇതുപോലൊരു പാത്രത്തിലാണ് ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകണം. കുട്ടികളൊക്കെ ചോറ് കൊണ്ടുപോകണ പാത്രം ഉണ്ടല്ലോ, ഇതുപോലെ ചോറല്ല കറിയൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകുമല്ലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ, അതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വാങ്ങുക. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രം തന്നെയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഒരു പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ചിട്ട് അടയ്ക്കുമ്പം ഫുള്ള് അടയ്ക്കണ്ട, ഒരു ശകലം എയർ പോകുന്ന രീതിയിലൊന്ന് ഇങ്ങനെ മാറ്റിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിരുന്നാലും മതി. അത് വൃത്തിയായിട്ട് ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ വെളിയിൽ തന്നെയാണ് ഇത് വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ എണ്ണ നനയ്ക്കുന്നത് എങ്ങനെയെന്നൊക്കെ നോക്കാം. എണ്ണ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കണ്ടേ. എണ്ണ നമ്മൾ ദോശ ചുടുമ്പോഴും എന്തിലായാലും എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പൂണിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കാവുള്ളൂ. നേരെ ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കനച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് നേരിട്ട് ഒഴിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചിട്ട് എണ്ണ ഇതിൽ ഇങ്ങനെ മുക്കി എടുക്കണം. കണ്ടോ, നല്ലപോലെ അതിൽ കുടിച്ച് വരും. നല്ലപോലെ അതിനെണ്ണ പിടിക്കും. ഒരുപാട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഇങ്ങനെ അതിനകത്ത് ഒഴിച്ച് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒഴിക്കുമ്പം എണ്ണ ഇവിടം വരെ ഒഴിച്ചു കൊടുത്താൽ മതി. മുകളിലേക്ക് അധികം വേണ്ട. ഈ താഴ്ഭാഗത്ത് നമ്മുടെ തുണിയുണ്ടല്ലോ അത് മാത്രം അധികം ഇങ്ങനെ എണ്ണ ഡിപ്പ് ചെയ്ത് നിർത്തിയാൽ മതി. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കയ്യിലൊക്കെ എണ്ണ സ്പ്രെഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
അത്യാവശ്യം ഒന്ന് നനഞ്ഞു വരും. ആദ്യം ഇതിൽ അത്യാവശ്യം നല്ല പോലെ എണ്ണ ഇതിനകത്ത് ഇത് പിടിക്കും കേട്ടോ, തുണിയൊക്കെ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം എണ്ണയുടെ ആവശ്യമില്ല നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഇതൊക്കെ ദോശയും അപ്പവും അതുപോലെ അതൊക്കെ ചുടാനായിട്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തർക്കുള്ള ഇഷ്ടമാണ്. അപ്പം നമുക്കിനി ഇത് വെച്ചിട്ട് ഞാൻ ഒരു ദോശ ചുട്ട് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം ഇതാവും നോക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് പിന്നെയും കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എത്രത്തോളം എണ്ണ ഒഴിക്കുന്നു, ഈ കോട്ടൺ തുണിയുണ്ട് അത്രത്തോളം എണ്ണ ആദ്യം പിടിക്കും. അപ്പോൾ ഇത് നല്ല പോലെ ഇതിനകത്ത് എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഇനി ഇത് 2-3 ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശക്കല എണ്ണ ഇങ്ങനെ ഈ അടപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ എണ്ണ ഉണ്ടാവും. പിന്നെ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ചൊന്ന് തൂത്ത് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ദോശ ഇടാം. ഇതെങ്ങനെ എണ്ണ തേക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ സാധാരണ ചുടുന്നതിന് ഇങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ ഒരു കൈപ്പിടി പോലെ ഉണ്ടാക്കിയൊക്കെ നമ്മൾ ചെയ്യൂല. അതിൽ നിന്ന് എത്രയ്ക്കോ നല്ലതായത് ഒരു പിടുത്തമുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് തുണി കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. പ്ലാസ്റ്റിക് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, അത് ഉരുകി അതിലിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് നല്ല പോലെ കല്ല് ചൂടായി നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലിലോട്ട് ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശ ഇളവിയൊക്കെ വരുന്നുണ്ട്, നല്ലപോലെ എണ്ണ കല്ലിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ വെറും 20 രൂപ ചിലവാക്കിയതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പിടിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ദോശ, കല്ലിൽ ദോശ ഇടുന്ന ആ ഒരു ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻസും ഒക്കെ എന്നെ ഒന്ന് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.